കാഴ്ചകൾ കണ്ട് നമ്മൾ മടങ്ങിയെത്തിയിരിക്കുകയാണ് സൗജയോടൊപ്പം. സൗജ, ഇനി എന്താണ് ടേസ്റ്റ് ടൈം പ്രേക്ഷകർക്ക് വേണ്ടി പരിചയപ്പെടുത്തി കൊടുക്കുന്നത്? ഓംലെറ്റ് റോൾ. ഓംലെറ്റ് റോൾ. അടുത്ത ഓംലെറ്റ് റോൾ ആണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് ഉണ്ടാക്കാൻ വേണ്ടി? ബീഫ് വേവിച്ചത്. ബീഫ് വേവിച്ചത്. ഇതെങ്ങനെയാണ് വേവിച്ചെടുക്കുന്നത്? ബീഫ് മഞ്ഞൾ ഉപ്പിട്ട് വേവിച്ചെടുക്കാം. മഞ്ഞൾ ഉപ്പ് ഇട്ടാണ് ബീഫ് വേവിച്ചെടുത്തത്. പിന്നെ കുരുമുളക് പൊടി, വലിയ ഉള്ളി അരിഞ്ഞത്, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, മല്ലിപ്പൊടി, ഉപ്പ്, മുളക് പൊടി, കറി മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, പച്ചമുളക്, ചപ്പ് പൊടി, കറിവേപ്പില. പിന്നെ മുട്ട വേവിച്ചതല്ല, പച്ച കോഴിമുട്ട. നേരത്തെ നമ്മൾ വേവിച്ച കോഴിമുട്ടയാണ് എടുത്തത്, ഇപ്പൊ പച്ച കോഴിമുട്ട. ഇനി എന്താണ് ആദ്യം ചെയ്യേണ്ടത്? ആദ്യം നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. എണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അല്ലേ? 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ചൂടായിട്ട് വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ സവാള നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. സവാള ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി എടുക്കണം അല്ലേ? എത്ര നേരം ഇളക്കി എടുക്കണം? ഇങ്ങനെ 10 മിനിറ്റ്. ഓക്കെ, 10 മിനിറ്റ് സമയം ഇങ്ങനെ സവാള ഒന്ന് ഇളക്കി എടുക്കുക. ഇതിപ്പോ ഒരു പരുവായി കഴിഞ്ഞിട്ട് നമ്മൾ ഇനി പച്ചമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പച്ചമുളക് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത് നമ്മൾ സവാള ഒരുവിധം പരുവായിട്ട് വന്നപ്പോഴേക്കും അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ചിട്ട് കൊടുത്താൽ മതി, 1 സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. മഞ്ഞൾപ്പൊടി എത്രയാണ് ആവശ്യം? അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക. ഗരം മസാലപ്പൊടി ലേശം. മഞ്ഞൾപ്പൊടി ഇട്ടു. മഞ്ഞൾപ്പൊടി 1/2 സ്പൂണ്. ഗരം മസാല ഒരു കുറച്ച് 1/4 ടീസ്പൂൺ. കുറച്ച് മുളക് പൊടി 1/4 ടീസ്പൂൺ. മല്ലിപ്പൊടി 1/4 ടീസ്പൂൺ. ഓംലെറ്റ് റോൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തത്. ഇതുവരെയുള്ള പ്രോസസ്സ് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇപ്പോൾ ഇലക്കൂട്ടുകൾ ചേർക്കുകയാണ്. പുതിന ഇല, മല്ലിയില, കറിവേപ്പില, 3 ഇലക്കൂട്ടുകളും ഇതിനോട് ചേർത്തു. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കുന്നു. ഏറ്റവും ഇഷ്ടമുള്ള ഹോബി കുക്കിംഗ് ആണോ? അത് വേറെ മാറ്റമൊന്നുമില്ല, ഏറ്റവും ഇഷ്ടമുള്ള ഹോബി കുക്കിംഗ് തന്നെയാണ്. കുരുമുളക് പൊടി ഇട്ടു. കുരുമുളക് പൊടി കുറച്ച് മതി അല്ലേ? 1/4 ടീസ്പൂൺ. എരിവ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് കുരുമുളക് പൊടി കൂടുതൽ ഇടാവുന്നതാണ്. പരിവായോ ഇപ്പോ? ഇതിലേക്ക് ബീഫ് വേവിച്ചത് മിക്സിയിൽ അടിച്ചു വെച്ച ബീഫ് ഇടലേക്ക്. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കുക, ബീഫ് വേവിച്ച് മിക്സിയിലേക്ക് അടിച്ചു വെച്ചതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ മഞ്ഞളും അതുപോലെ തന്നെ ഉപ്പും ഉപയോഗിച്ചാണ് ഇത് വേവിച്ചത്. എന്നിട്ട് മിക്സിയിലിട്ട് അടിച്ച ബീഫാണിത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കുക. നല്ലതുപോലെ സമയം എടുക്കണോ? ഇല്ല, മതി. ഓക്കെ, ഇനി എന്താണ്? ഇത് ഓഫ് ചെയ്തിട്ട് മിക്സിയിൽ അടിക്കണം. അപ്പൊ ഇതൊന്ന് ഓഫ് ചെയ്യുക, മിക്സിയിൽ അടിച്ചിട്ട് നമുക്ക് തിരിച്ച് എടുത്തുകൊണ്ട് വരാം ഇതിനെ. ഓംലെറ്റ് റോളിന് വേണ്ടി അങ്ങനെ നമ്മുടെ ബീഫും അതുപോലെ തന്നെ ബാക്കിയുള്ള മസാല കൂട്ടുകളെല്ലാം കൂടി ചേർത്ത് നമ്മൾ നേരത്തെ എണ്ണയിലിട്ട് വഴറ്റി എടുത്തത് ഇപ്പോൾ നേരെ കൊണ്ടുപോയി മിക്സി കൊണ്ടുപോയി അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി എന്താണ് ചെയ്യാനുള്ളത്? ഇനി കോഴിമുട്ട ഓംലെറ്റ് ആക്കാം. ഓക്കെ, കോഴിമുട്ടയെ നമ്മൾ ഓംലെറ്റ് ആക്കി മാറ്റാൻ വേണ്ടി പോവുകയാണ്. ഓംലെറ്റ് അടിക്കാൻ വേണ്ടി ഇത് സ്റ്റൗ ചൂടാക്കാമോ? അതിലല്പം കുരുമുളക് പൊടിയും. ശരി, ഓംലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ മുട്ട പൊട്ടിച്ചൊഴിച്ചു, പിന്നെ കുരുമുളക് പൊടി ചേർത്തു, അല്പം ഉപ്പും. നന്നായിട്ടൊന്ന് കലക്കിയെടുക്കുക. അതിനുശേഷം നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. കുരുമുളകും ഉപ്പുമാണ് നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ചേർത്തത്. ഇനി ഇത് കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്? ഇത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോ ഉണ്ടാക്കിയ റോൾ ചെയ്യാം. ഓക്കെ, ഇതിന്റെ അകത്ത് വെച്ചിട്ട് റോൾ ചെയ്യും. എന്നിട്ട് ഈ കോഴിമുട്ടയിൽ മുക്കിങ്ങാട്ട് ബ്രെഡിലിട്ട് പൊരിച്ചെടുക്കണം. ഓക്കെ, അപ്പം ഇനി ഇതിനകത്ത് നമ്മൾ ചെയ്യാൻ പോലെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ മിക്സിയിൽ അടിച്ചുകൊണ്ട് വന്ന ആ ഒരു മിശ്രിതം ഇതിനകത്തേക്ക് വെച്ചിട്ട് ഇത് ചെയ്തതിന് ശേഷം നമ്മുടെ കോഴിയുടെ കോഴിയുടെ വെള്ളയിലാണോ നമ്മൾ മുക്കിയെടുക്കുന്നത്? ഓക്കെ, മഞ്ഞയും വെള്ളയൊക്കെ ചേർത്തിട്ട് നമ്മൾ അതിൽ മുക്കിയെടുത്തതിന് ശേഷം ബ്രെഡിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മളത് പൊരിച്ചെടുക്കും അല്ലേ? അപ്പം ഓംലെറ്റ്
റോൾ തയ്യാറാകും. ഓംലെറ്റ് തയ്യാറാക്കുകയാണ് ഇപ്പോൾ. ഇത് വൈകുന്നേരം ചായക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ വളരെ നല്ലൊരു ഐറ്റംസ് ആണ്. ഓക്കെ, കുട്ടികൾ ഇഷ്ടപ്പെട്ട് കഴിക്കും. അപ്പൊ കുട്ടികളെ കയ്യിലെടുക്കുന്ന ഇങ്ങനെയുള്ള ഐറ്റംസ് കുട്ടിയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടാണോ? അപ്പൊ വൈകിട്ട് ചായയുടെ കൂടെ എല്ലാം കഴിക്കാൻ ബെസ്റ്റ് ഐറ്റം എന്നാണ് സൗജ പറയുന്നത്. ഇറച്ചി അതിലേക്ക് പെരട്ടി വെച്ചിരുന്നു, മസാലയിൽ പെരട്ടി വെച്ചിട്ട് മിക്സിയിലേക്ക് അടിച്ചെടുത്ത് വെച്ചിരുന്നു. ആ ഒരു ഇത് റോളാക്കി വെച്ചതിന് ശേഷമാണ് ഓംലെറ്റിന്റെ അകത്തേക്ക് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. വീട്ടില് സാധാരണ എന്തെല്ലാമായിരിക്കും? സ്പെഷ്യൽ ഐറ്റംസ് ആണോ വീട്ടിലുണ്ടാക്കുന്ന, അല്ലെങ്കിൽ എന്തെങ്കിലും സാധാരണ നോർമൽ വീട്ടിലുള്ള ഉണ്ടാക്കുന്ന ആഹാരം തന്നെയാണോ? സ്പെഷ്യൽ എല്ലാം ഉണ്ടാക്കും. ബാക്കി 2 ഐറ്റംസ് ഇപ്പം ടേസ്റ്റ് ടൈം പ്രേക്ഷകർക്ക് വേണ്ടി പറഞ്ഞു തരുന്നുണ്ട്. ബാക്കിയുള്ള ഐറ്റംസ് എങ്ങനെയെങ്കിലും പറഞ്ഞു കൊടുക്കാറുണ്ട് ബാക്കിയുള്ള ഫ്രണ്ട്സിനെല്ലാം? പറഞ്ഞു കൊടുക്കാറുണ്ട്. ഞാൻ അറിയാത്തവർക്ക് പോയി ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അറിഞ്ഞവർക്ക് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. കാരണം അവരുടെ എല്ലാവരും കഴിച്ചിട്ട് കൊള്ളാം എന്നുള്ള അഭിപ്രായം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ തന്നെയാണ് ഞങ്ങളും അറിഞ്ഞത്. സൗജ നന്നായിട്ട് വിഭവങ്ങൾ ഉണ്ടാക്കുന്നു. അങ്ങനെയാണ് ഇവിടെ കോഴിക്കോട് സൗജയുടെ അടുത്ത് എത്തിയതും. അപ്പൊ നമ്മുടെ റോൾ രൂപത്തിൽ നമ്മൾ നേരത്തെ മിക്സിയിൽ അടിച്ചെടുത്ത ഒരു മിശ്രിതം ഇറച്ചിയും ബാക്കിയുള്ള മസാലക്കൂട്ടുകളും ചേർന്നുള്ള റോൾ രൂപത്തിലാക്കി വെച്ചിരിക്കുകയാണ്. ഇത് ഓംലെറ്റിനകത്ത് വെച്ച് നമ്മളത് ഓംലെറ്റ് കൊണ്ട് കവർ ചെയ്തെടുക്കും.